ഇപ്പോൾ മെഡിക്കൽ സംഘത്തിൻ്റെ പരിശോധനയാണ്. അവർ പരിശോധിച്ചതിന് ശേഷം ഓരോരുത്തരായി ദൗത്യസംഘം ഓരോരുത്തരായി ഗ്രേസ് പേടകത്തിന് പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. 22 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ തിരികെ ആ ദൗത്യ സംഘം വിജയകരമായി അവരുടെ ദൗത്യം പൂർത്തിയാക്കി, പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഭൂമിയിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായും ആ 4 പേരും ഇനി തിരികെ ഭൂമിയിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ തിരികെ ഷിപ്പിലേക്ക് ഇറങ്ങി എത്തുക എന്നുള്ള സാങ്കേതികമായ നടപടിക്രമം മാത്രമേ ഉള്ളൂ. ഇറക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബോക്സിൽ ശുഭാംശുവിന്റെ കുടുംബത്തെ കൂടെ കാണാം. ആദ്യം പെറ്റിയാണോ? അല്ല, ആദ്യം പെഗി വിറ്റ്സൺ അല്ല, പെഗി വിറ്റ്സൺ തന്നെയാണ് ആദ്യം പേടകത്തിന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പെഗി വിറ്റ്സൺ പുറത്തിറങ്ങുന്ന ദൃശ്യം പെഗി വിറ്റ്സൺ ഇറങ്ങിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്, ആ മുഖത്ത് വളരെ പുഞ്ചിരിയുണ്ട്, സന്തോഷത്തോടെ. അടുത്തതായി ശുഭാംശുവാണ്. ബോക്സിൽ കുടുംബത്തിന്റെ ദൃശ്യങ്ങൾ കൂടി കാണിക്കണം. അതാണ് അടുത്തത് ശുഭാംശുവിനായി കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ശുഭാംശു പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലോസ് ദൃശ്യങ്ങൾ ഇപ്പോൾ വരുമെന്ന് നമ്മൾ കരുതുന്നു. ഏതായാലും പെഗി വിറ്റ്സൺ പൂർണ്ണാരോഗ്യത്തോടെ ഇതാ പുറത്തെത്തിയിരിക്കുന്നു. ഇനി ശുഭാംശു ശുക്ലയാണോ വരുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. പെഗി വിറ്റ്സൺ പേടകത്തിന് പുറത്തെത്തി. ശുഭാംശു ആകട്ടെ അടുത്തത് നമുക്ക് ശുഭാംശുവിന്റെ ചിരിയാണ് കാണേണ്ടത്.